ഫാർമക്കോളജി ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോസാണ് ഇതെല്ലാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ആൻറ്റി ഡയബറ്റിക്സ് എന്ന ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക. ആൻറ്റി ഡയബറ്റിക്സിൻ്റെ ഡിസ്കഷന് മുമ്പ് നമ്മൾ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ബൈഗ്വാനൈഡ്സ്, അതിൽ വരുന്നതാണ് മെറ്റ്ഫോമിൻ, ഫെൻഫോമിൻ. സൾഫനൈൽയൂറിയ ഉണ്ട്, ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ് ടോൾബ്യൂട്ടമൈഡും അതുപോലെ തന്നെ ക്ലോർപ്രോപ്പമൈഡും. സെക്കൻഡ് ജനറേഷനിൽ വരുന്നതാണ് ഗ്ലൈമിൻ ക്ലാമൈഡ്, ഗ്ലിപ്പിസൈഡൊക്കെ. മെഗ്ലിറ്റിനൈഡ്സിൽ വരുന്നതാണ് റെപ്പാഗ്ലിനൈഡ്, നാറ്റിഗ്ലിനൈഡ്. ഗ്ലിറ്റസോൺസിലുള്ളതാണ് റോസിഗ്ലിറ്റസോൺ, പയോഗ്ലിറ്റസോൺ. ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് അഗാർബോസ്. ഇതൊക്കെ ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇനി നമുക്ക് MCQ സ്റ്റാർട്ട് ചെയ്യാം. Question number 1. The most useful glucose test used in monitoring diabetes mellitus therapy is option A urine monitoring, B blood monitoring, C renal function monitoring, D cardiovascular monitoring, E vascular monitoring. ഡയബറ്റിസ് മെലിറ്റസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മോണിറ്ററിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏതാണ്? ബ്ലഡ് മോണിറ്ററിങ് ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ B. Second question. A mass of adipose tissue that develops at the injection site is usually due to the patient's neglect in rotating the insulin injection site. This is known as mass of adipose tissue. ഇഞ്ചക്ഷൻ സൈറ്റിൽ ഉണ്ടാകുന്ന മാസ് ഓഫ് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്ന പേര്. ഓപ്ഷൻ എ ലിപ്പോട്രോപ്പി, ബി ഹൈപ്പർട്രോപ്പിക് ഡീജനറേറ്റീവ് അഡിപ്പോസിറ്റി, C lipohypertrophy, D atrophic skin lesion, E dermatitis. Correct answer option C lipohypertrophy. Third question. Sulfonylureas are a primary mode of therapy in the treatment of option A insulin-dependent, that is type 1 diabetes mellitus patients, B diabetes patients experiencing severe hepatic or renal dysfunction, C diabetic pregnant women, D patient with diabetic ketoacidosis, E non-insulin dependent diabetes mellitus, that is type 2 diabetes mellitus. Sulfonylureas ആർക്കാണ് കൊടുക്കാറ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ E ആണ്. ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിനാണ്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിക് പേഷ്യൻസിന്. ഓപ്ഷൻ E is the correct answer. Question number 4. Excessive use of tolbutamide will lead to. ടോൾബ്യൂട്ടമൈഡ് ഫസ്റ്റ് ജനറേഷൻ സൾഫനൈലുറിയ ആണ്. എക്സസീവ് യൂസ് എന്താണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ എ ഡയറിയ, ബി പ്രിലോങ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ, സി ടോളറൻസ് ടു ആൽക്കഹോൾ, ഡി ആസിഡോസിസ്, ഇ ഗ്ലൈക്കോസ്യൂറിയ. ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രിലോങ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ ഇൻസുലിൻ റിസപ്റ്റർ ഇസ് എ. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഇൻസുലിൻ റിസപ്റ്റർ? ഓപ്ഷൻ എ അയൺ ചാനൽ റെഗുലേറ്റിംഗ് റിസപ്റ്റർ, ബി ടൈറോസിൻ പ്രോട്ടീൻ കൈനേസ് റിസപ്റ്റർ, C G protein couple receptor, D none of this. Correct answer option B tyrosine protein kinase receptor. Insulin receptor is a tyrosine protein kinase receptor. Question number 6. The duration of action of insulin zinc suspension, അതായത് ലെൻഡെ ഇൻസുലിൻ സസ്പെൻഷൻ്റെ സിങ്ക് സസ്പെൻഷൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഓപ്ഷൻ എ 2 to 4 hours, B 8 to 10 hours, C 20 to 24 hours, D 30 to 36 hours. Option C ആണ് correct answer, 20 to 24 hours. Next question number 7. The most common ADR to insulin is. ഇൻസുലിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ADR. ഓപ്ഷൻ എ ഹൈപ്പർഗ്ലൈസീമിയ, ബി ലിപ്പോഡിസ്ട്രോഫി, സി ആർട്ടിക്കേറിയ, ഡി ആൻജിയോഡിമ. മോസ്റ്റ് കോമൺ സൈഡ് എഫക്റ്റ് is ഓപ്ഷൻ എ hypoglycemia. Question number 8. There is no alternative to insulin therapy for. Option A all insulin-dependent diabetes mellitus patients, B all non-insulin-dependent diabetes mellitus patients, non-insulin-dependent diabetes mellitus patients not controlled by a sulfonylurea drug, D non-insulin-dependent diabetic patients not controlled by a biguanide drug. ഇൻസുലിൻ തെറാപ്പി അല്ലാതെ വേറെ ഒന്നുമില്ല. നോ ഓൾട്ടർനേറ്റീവ് ടു ഇൻസുലിൻ തെറാപ്പി ആർക്കാണ്? ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിക് മെലിറ്റസ് പേഷ്യൻസിലാണ്. ഇൻസുലിൻ തെറാപ്പിയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അവർക്ക് ഓറൽ ഹൈപ്പോഗ്ലൈസീമി ഡ്രഗ്സ് പറ്റില്ല, ഇൻസുലിൻ തെറാപ്പിയാണ് അവർക്ക് പറ്റുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ബിക്കോസ് ഇൻസുലിൻ ഇസ് ഡെഫിഷ്യൻറ്റ് ഫോർ ദം. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Question number 9. The insulin preparation of choice in diabetic ketoacidosis is option A regular insulin, B lente insulin, C isophene insulin, D monocomponent insulin.
ഏത് ഇൻസുലിനാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസിന് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ റെഗുലർ ഇൻസുലിൻ ആണ് കറക്റ്റ് ആൻസർ. Question number 10. Insulin resistance can be overcome by the use of option A corticosteroids, B tolbutamide, C protamine, D monocomponent insulin preparations. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ഏത് പ്രിപ്പറേഷൻ യൂസ് ചെയ്യാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മോണോകോമ്പണൻറ്റ് ഇൻസുലിൻ പ്രിപ്പറേഷൻ. നമ്പർ 11. ഹ്യൂമൻ ഇൻസുലിൻസ് ആർ ഒബ്റ്റൈൻ ബൈ ദ ഫോളോയിങ് സോഴ്സസ് ഓർ മെത്തേഡ്സ് എക്സെപ്റ്റ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് മെത്തേഡ് ഒഴിച്ച് ബാക്കി എല്ലാത്തിൽ നിന്നും ഹ്യൂമൻ ഇൻസുലിൻ കിട്ടും? ഓപ്ഷൻ എ കഡാവർ പാൻക്രിയാസ്, ബി പ്രോ ഇൻസുലിൻ റീകോമ്പനൻറ്റ് ബാക്ടീരിയൽ, സി പ്രീകേഴ്സർ ഈസ്റ്റ് റീകോമ്പനൻറ്റ്, ഡി എൻസൈം മോഡിഫിക്കേഷൻ ഓഫ് പോർക്ക് ഇൻസുലിൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കഡാവർ പാൻക്രിയാസ് ആണ്. അതൊഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് ഹ്യൂമൻ ഇൻസുലിൻ ഒബ്റ്റൈൻ ചെയ്യാം. 12th question. The second generation sulfonylurea hypoglycemics differ from the first generation one in that they എന്താണ് ഡിഫറൻസസ്? ഓപ്ഷൻ എ ആർ മോർ പൊട്ടൻറ്റ്, ബി ആർ ലോങ് ആക്ടിംഗ്, സി ഡു നോട്ട് ലോവർ ബ്ലഡ് ഷുഗർ ഇൻ നോൺ ഡയബറ്റിക്സ് ഇൻഡിവിജ്വൽസ് ഓർ സബ്ജക്ട്സ്, ഡി ആർ ലെസ് പ്രോൺ ടു കോസ് ഹൈപ്പോഗ്ലൈസെമിക് റിയാക്ഷൻ. മോർ പൊട്ടൻ്റ് ആണ് സെക്കൻഡ് ജനറേഷൻ സൾഫനൈലൂരിയാസ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Number 13. Sulfonylurea hypoglycemics act by option A reducing intestinal absorption of glucose, B increasing insulin secretion from pancreas, C reversing downregulation of insulin receptors, D both B and C. Sulfonylurea's mechanism of action എന്ന് പറയുന്നത് both B and C ആണ്. It increases the insulin secretion from pancreas and also it reverses the downregulation of insulin receptors. Question number 14. Sulfonylureas are more commonly used than Biguanides as oral hypoglycemics. എന്തുകൊണ്ടാണ് സൾഫനൈലുറിയാസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ബൈഗ്വാനൈഡ്സ് ആർ ലെസ് എഫിക്കഷ്യസ്, ബി സൾഫനൈലുറിയാസ് ലോവർ ബ്ലഡ് ഷുഗർ ഇൻ ബോത്ത് IDDM and no IDDM patients, C sulfonylureas also aid weight reduction in obese diabetes, C biguanides are prone to precipitate ketoacidosis. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, ബൈഗ്വാനൈഡ്സ് ലെസ് എഫിക്കഷ്യസ് ആണ് when compared to sulfonylureas, so it is more commonly used. Number 15. Select the drug which tends to reverse insulin resistance by increasing cellular glucose transporters. ഇൻസുലിൻ റെസിസ്റ്റൻസ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. മെക്കാനിസം എങ്ങനെയാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ് ഇൻക്രീസ് ചെയ്ത്? ഏത് ഡ്രഗിൻ്റെ മെക്കാനിസമാണ് ഇത്? ഓപ്ഷൻ എ ഗ്ലൈമൻക്ലാമൈഡ്, ബി ട്രോഗ്ലിറ്റസോൺ, സി അക്കാർബോസ്, ഡി പ്രെഡ്നിസലോൺ. ഓപ്ഷൻ ബി ട്രോഗ്ലിറ്റസോൺ ആണ് കറക്റ്റ് ആൻസർ. ഗ്ലിറ്റസോൺസിൻ്റെ ആക്ഷനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് റിവേഴ്സ് ചെയ്യും ബൈ ഇൻക്രീസിങ് സെല്ലുലർ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടേഴ്സ്. B is the correct answer. Number 16. Glucagon release from pancreas is stimulated by option A high blood glucose level, B insulin, C somatostatin, D adrenaline. Low blood glucose level ആണ് glucagon release ചെയ്യുന്നത്, അതുപോലെ തന്നെ adrenaline. So option D is the correct answer here. 17. The anti-diabetic agent most likely to cause lactic acidosis is. തന്നിരിക്കുന്ന ഓപ്ഷൻ ലാക്റ്റിക് അസിഡോസിസ് കോസ് ചെയ്യുന്ന ആൻറ്റി ഡയബറ്റിക് ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ എ ക്ലോർപ്രോപ്പമൈഡ്, ബി ഫെൻഫോമിൻ, സി ഗ്ലിപ്പിസൈഡ്, ഡി മെറ്റ്ഫോമിൻ. ഓപ്ഷൻ ബി ഫെൻഫോമിൻ ആണ് മോസ്റ്റ് ലൈക്ലി ടു കോസ് ലാക്റ്റിക് അസിഡോസിസ്. ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Number 18. The treatment of gestational diabetes would compress of. നമുക്കറിയാം ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ സമയത്തുള്ള ഡയബറ്റീസ്. ഓപ്ഷൻ എ ഗ്ലൈപ്പിൻക്ലാമൈഡ്, ബി ക്ലോർപ്രോപ്പമൈഡ്, സി ഗ്ലിപ്പിസൈഡ്, ഡി ഇൻസുലിൻ. ഇൻസുലിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Question number 19. Diabetic ketoacidosis is best managed by. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തുകൊണ്ടാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്? നമുക്കറിയാം കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റിക് ആണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻ എ ക്രിസ്റ്റലൈൻ ഇൻസുലിൻ ഗിവൻ ഇൻട്രാവെനസ്ലി, ബി ഹ്യൂമൻ ഇൻസുലിൻ ഗിവൻ ഇൻട്രാമസ്കുലർലി, സി ലെൻറ്റെ ഇൻസുലിൻ ഗിവൻ സബ്ക്യൂട്ടേനിയസ്ലി, ഡി ഐസോഫിൻ ഇൻസുലിൻ ഗിവൻ ഇൻട്രാഡെർമലി. ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ഫസ്റ്റ് മാനേജ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ സിങ്ക് ഇൻസുലിൻ by giving it intravenously ആണ്. So option A is the correct answer. Question number 20. The sulfonylurea with a relatively longer duration of action. തന്നിരിക്കുന്ന ഓപ്ഷനിൽ റിലേറ്റീവ്ലി ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഏത് സൾഫനൈലുറിയയ്ക്കാണ്? ആദ്യത്തെ രണ്ട് ഓപ്ഷനും എയും ബിയും ഫസ്റ്റ് ജനറേഷനാണ്, പിന്നെ തന്നിരിക്കുന്ന രണ്ടെണ്ണം സെക്കൻഡ് ജനറേഷൻ. എ ക്ലോർപ്രോപ്പമൈഡ്, ബി ടോൾബ്യൂട്ടമൈഡ്, സി ഗ്ലിപ്പിൻക്ലാമൈഡ്, ഡി ഗ്ലിപ്പിസൈഡ്. ഓപ്ഷൻ എ ക്ലോർപ്രോപ്പമൈഡ് ആണ് കറക്റ്റ് ആൻസർ. Question number 20 correct answer option A. 21. Preferred route of insulin is option A oral, B subcutaneous, C sublingual, D enteric coated tablets. നമുക്കറിയാം subcutaneous ആണ് preferred insulin route. Option B is the correct answer.
Last question, metformin. It does not cause hypoglycemia even in large doses, should not be combined with glipizide, is contraindicated in obese, non-insulin dependent diabetic patients, causes release of insulin from the pancreas. Option A ആണ് correct answer. Does not cause hypoglycemia even in large doses. ആൻറ്റി ഡയബറ്റിക്